സ്നേഹരാഗം ഭാഗം 36. പ്രതീക്ഷിക്കാതെ വന്ന അതിഥിയെ കണ്ട് അവൾ ഞെട്ടി. അച്ഛാ, അവൾ വിളിച്ചു. അച്ഛനെ ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. വാ, കയറിയിരിക്ക്. അവൾ ആദ്യത്തെ അമ്പരപ്പ് മാറിയപ്പോൾ അയാളെ അവൾ അകത്തേക്ക് ക്ഷണിച്ചു. അവൾ അവിടേക്ക് ചന്ദ്രനെ പ്രതീക്ഷിച്ചതേയില്ലായിരുന്നു. അച്ഛനിരിക്ക്, ഞാൻ ചായ എടുക്കട്ടെ, അവൾ പറഞ്ഞു. നീ ഇവിടെ ഇരിക്കുമോളെ, ചായയൊക്കെ പിന്നെയാവാം, അയാൾ പറഞ്ഞു. അയാളെ സംസാരിക്കാൻ കൂടി അനുവദിക്കാതെ അവൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. നീ ആകെ വാടിപ്പോയല്ലോ മോളെ, അയാൾ പറഞ്ഞപ്പോൾ അവൾ പുഞ്ചിരിച്ചു. അച്ഛൻ്റെ കാലൊക്കെ ഭേദമായല്ലോ അല്ലേ, അവൾ ചോദിച്ചു. ഉവ്, നടക്കാറായി, അയാൾ പറഞ്ഞു. യുവമോളെക്കുറിച്ചും വിവേകിനെക്കുറിച്ചും പൂജയെക്കുറിച്ചുമെല്ലാം അവൾ ചോദിച്ചു. പൂജ മേപ്പോട്ടേക്ക് വരാറില്ലേ, രാകേഷ് വന്നോ? അങ്ങനെ അവളുടെ ചോദ്യങ്ങളുടെ നിര നീണ്ടു. നീ ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ മുതൽ തുടങ്ങിയതാ നിന്നെയൊന്ന് കാണണമെന്ന്. അതാ ഇപ്പോൾ തന്നെ പോന്നത്. നീ പറഞ്ഞ കാര്യം ഞാൻ പ്രഭയെ പോലും അറിയിച്ചിട്ടില്ല. ആ വാർത്ത കേൾക്കാൻ അവൾ അർഹയില്ലെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ പറയാനും തോന്നിയില്ല, അയാൾ നെടുവീർപ്പോടെ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ അയാൾ പറയുന്നത് ശ്രദ്ധിച്ചു. എനിക്ക് നിന്നോട് മാത്രമായി ഒരു കാര്യം പറയാനുണ്ട്, അയാൾ പറഞ്ഞപ്പോൾ നന്ദന നീതുവിനെ ഒന്ന് നോക്കി. അതോടെ നീതു അവളുടെ മുറിയിലേക്ക് പോയി. നീ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം ആരും അറിഞ്ഞിട്ടില്ലല്ലോ, അയാൾ പതിയെ ചോദിച്ചു. ചന്ദ്രൻ എന്താണ് പറഞ്ഞു വരുന്നതെന്നറിയാതെ അവൾ അയാളെ തന്നെ നോക്കി. നമുക്കിത് വേണ്ട മോളെ, അയാൾ പതറിയ ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ അവൾ നടുങ്ങിപ്പോയി. അയാളിൽ നിന്നും അങ്ങനെയൊരു പ്രതികരണം അവൾ പ്രതീക്ഷിച്ചിട്ടേയില്ലായിരുന്നു. നിനക്കൊരു നല്ല ഭാവിക്ക് വേണ്ടിയാണ് അച്ഛൻ പറയുന്നത്. മോൾ അനുസരിക്കണം. ഇനിയും ഒരുപാട് ജീവിതം നിന്റെ മുന്നിലുണ്ട്. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് കരുതിയാൽ മതി. ഇങ്ങനെയൊരു പരീക്ഷണം നിനക്ക് ദൈവം തന്നിട്ടില്ലെന്ന് വിചാരിക്കാം. നമുക്ക് ഇത് വേണ്ടെന്ന് വെക്കാം, അയാൾ പറഞ്ഞു നിർത്തിയപ്പോൾ അവൾക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. നീ എന്താ മോളെ ഒന്നും പറയാത്തത്, അയാൾ ചോദിച്ചു. എന്നോടിത് പറയാൻ അച്ഛന് തോന്നിയല്ലോ. അച്ഛൻ വന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഇങ്ങനെയൊരു കാര്യത്തിനായിരിക്കും അത് എന്ന് ഞാൻ കരുതിയതേയില്ല. അവൾക്ക് കരച്ചിലടക്കാൻ പറ്റിയില്ല. നിനക്ക് ഇപ്പോൾ അത് മനസ്സിലാകില്ല. എൻ്റെ മോൻ്റെ കൂടെയാണ് നീ ഈ സന്തോഷം പങ്കിടുന്നതെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചേനെ, അയാൾ പറഞ്ഞു നിർത്തി. ചന്ദ്രൻ എന്ത് തന്നെ പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ നന്ദനയ്ക്കായില്ല. അവൾ ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ അവളുടെ വയറ്റിലെ കുരുന്നു ജീവനെ ആലോചിച്ചു മാത്രമാണ്. ഓരോ ദിവസവും പുലരുന്നതും അസ്തമിക്കുന്നതും ആ ജീവൻ്റെ വരവിനുവേണ്ടിയാണ് അവൾ എണ്ണി എണ്ണി ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവളോട് പറഞ്ഞാൽ അത് കേൾക്കാൻ അവളുടെ കാതുകൾക്ക് ശക്തിയില്ലായിരുന്നു. അച്ഛാ, അങ്ങനെയൊരു ജീവിതം എനിക്ക് വേണ്ട. ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ്. അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് എനിക്കൊരു ജീവിതവും വേണ്ട. അത് മാത്രം എന്നോട് പറയരുത്, അവൾ കെഞ്ചും പോലെ പറഞ്ഞപ്പോൾ പിന്നീടൊന്നും പറയാൻ ചന്ദ്രന് തോന്നിയില്ല. എനിക്കും നിങ്ങളുടെ ഒരു കുഞ്ഞിനെ താലോലിക്കണമെന്നുണ്ടായിരുന്നു. എനിക്കും ഒരു മുത്തച്ഛനാവണമെന്ന് അതിയായ ആഗ്രഹവുമുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ആരും കരുതിയതല്ലല്ലോ. എല്ലാം അവനെ പറഞ്ഞാൽ മതി. അർജുനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ചന്ദ്രൻ്റെ സംസാരം. നമുക്കിനി അതേക്കുറിച്ചൊരു സംസാരം വേണ്ട അച്ഛാ, അയാൾ എന്തെങ്കിലും പറയും മുമ്പേ അവൾ കയറി പറഞ്ഞു. വന്നിട്ട് കുറേ നേരമായോ? പുറത്തു നിന്നുള്ള ചോദ്യം കേട്ടപ്പോൾ ചന്ദ്രൻ തിരിഞ്ഞു നോക്കി. അനിതയായിരുന്നു. തങ്ങൾ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു അവർ എന്ന് അയാൾക്ക് തോന്നി. എങ്കിലും അനിത അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അച്ഛന് ചായ കൊടുത്തോ മോളെ, അവർ വീണ്ടും ചോദിച്ചപ്പോഴാണ് അക്കാര്യം നന്ദന ഓർത്തത്. ഇല്ലമ്മേ, ഒത്തിരി സംസാരിച്ചിരുന്നപ്പോൾ മറന്നുപോയി, അവൾ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. ചായ ഉണ്ടാക്കുമ്പോൾ പുറം കൈകൊണ്ട് അവൾ കണ്ണുകൾ തുടച്ചു. ചന്ദ്രൻ പറഞ്ഞ കാര്യം തന്നെ അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നു. ചായയുമായി ഹാളിലെത്തുമ്പോൾ ചന്ദ്രൻ അനിതയോട് സംസാരിച്ചിരിപ്പുണ്ട്. ചന്ദ്രൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ സമയം സന്ധ്യയാവാറായിരുന്നു. അയാൾ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ നന്ദനയുടെ മനസ്സിൽ ഒരു നൊമ്പരം ബാക്കിയായി. അവൾ അയാൾ കാറിൽ കയറി പോകുന്നതും നോക്കി നിന്നു. പിന്നെ സോഫയിൽ വന്നിരുന്നു. അനിതയും അവിടെയുണ്ടായിരുന്നു.
അച്ഛൻ പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടു. അദ്ദേഹം നല്ല മനസ്സുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഇവിടെ വരാനും ഇത്രയൊക്കെ സംസാരിക്കാനും നിന്റെ നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പറയാനും കഴിയൂ. ഒരു വിധത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ മോളെ? അവർ പറഞ്ഞു. അമ്മേ, അമ്മയും അതുതന്നെ പറയുകയാണോ? അതേക്കുറിച്ച് കേൾക്കാൻ എനിക്കിനി ശക്തിയില്ല. ആരെന്ത് പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല. അമ്മ എന്നോട് ക്ഷമിക്കണം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായ ഒന്നിനെ ഇല്ലാതാക്കാൻ ഇനി അമ്മ പറയരുത്. അത് എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും അനിതയ്ക്കായില്ല. അവർ അവളുടെ അരികിൽ തളർന്നിരുന്നു പോയി. അർജുൻ ഇപ്പോൾ എന്നും നേരത്തെ എത്താറുണ്ട്. അവനിങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടിയത് മുതൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തന്നെ വീട്ടിൽ കാത്തിരിക്കാൻ ആളുണ്ട് എന്ന തോന്നലാണ് അവന്. ബാങ്കിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ എത്രയും പെട്ടെന്ന് വീടെത്തണം എന്ന് മാത്രമാണ് ചിന്ത. അർജുൻ നേരത്തെ എത്തുന്നത് കൊണ്ട് തന്നെ കീർത്തനയ്ക്ക് ബോറടിയില്ല. പ്രഭാവതിയുമായുള്ള ബഹളം കഴിഞ്ഞതിന് ശേഷം അവർ അടുക്കളയിലില്ലാത്ത സമയം നോക്കിയാണ് അവൾ കിച്ചണിലെത്തുക. ഭക്ഷണം കഴിക്കലും ചായ കുടിക്കലും എല്ലാം അങ്ങനെ തന്നെ. അർജുൻ കാർ നിർത്തി ഇറങ്ങുമ്പോൾ ശ്രീകുട്ടി ഹാളിലിരുന്ന് TV കാണുന്നു. പൂജയെയും ഇവമോളെയും അവിടെയൊന്നും കാണാനില്ല. ശ്രീകുട്ടി ഉള്ളതുകൊണ്ട് മനഃപൂർവ്വം അവർ വരാത്തതാണെന്ന് അവന് മനസ്സിലായി. അർജുൻ മുറിയിലെത്തിയപ്പോൾ പുറകെ ശ്രീകുട്ടിയും പോയി. കീർത്തന ഉണങ്ങിയ തുണികളെല്ലാം അടുക്കി വെക്കുകയാണ്. അർജുൻ ചെന്നപ്പോൾ ചിരിയോടെ ചായ എടുക്കട്ടെ എന്ന് അവൾ ചോദിച്ചു. വേണ്ട, ഞാനൊന്ന് ഫ്രഷായി വരാം, നമുക്കൊന്ന് പുറത്തു പോവാം. അയാൾ പറഞ്ഞപ്പോൾ കീർത്തനയുടെ കണ്ണുകൾ തിളങ്ങി. ശ്രീകുട്ടിക്കും സന്തോഷമായി. അർജുൻ ഫ്രഷായി വന്നപ്പോഴേക്കും ശ്രീകുട്ടിയെ ഡ്രസ്സെല്ലാം മാറി മുടി പിന്നിക്കെട്ടിക്കൊടുക്കുകയാണ് കീർത്തന. ശ്രീകുട്ടിയെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ കീർത്തന ഏത് സാരി എടുക്കുമെന്ന മട്ടിൽ സാരികളെല്ലാം ഒന്ന് നോക്കി. പിന്നെ കറുപ്പിൽ വലിയ ചുവന്ന പൂക്കളുള്ള ഒരു സാരിയും അതിന് മാച്ചായ ബ്ലൗസും എടുത്തു. അർജുൻ, ഞാൻ സാരി മാറട്ടെ? അവൾ പറഞ്ഞു. നീ മാറിക്കോ, ഞാനിവിടെ ഇരിക്കാം, അവൻ പറഞ്ഞു. കൊഞ്ചല്ലേ, ശ്രീമോളെയും കൊണ്ട് പുറത്ത് നിൽക്ക്, ഞാൻ റെഡിയായിട്ട് വരാം, അവൾ പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു. അവൻ പോകാതെ അവിടെ തന്നെ നിന്നു. ശ്രീകുട്ടി അർജുൻ്റെ ഫോണിൽ കാർട്ടൂൺ കണ്ടിരിക്കുകയായിരുന്നു. ശ്രീകുട്ടി അവരെ ശ്രദ്ധിക്കുന്നില്ല. കീർത്തന തിരിഞ്ഞു നിന്ന് നാണത്തോടെ സാരി മാറാൻ തുടങ്ങി. അർജുനും റെഡിയായി. മൂവരും കൂടി പുറത്തിറങ്ങി. രാത്രി വൈകിയാണ് അവർ തിരിച്ചെത്തിയത്. അവർ എത്തുമ്പോഴേക്കും ശ്രീകുട്ടി ഉറക്കം പിടിച്ചിരുന്നു. കീർത്തന അവളെ മെല്ലെ ബെഡിലേക്ക് ചായ്ച്ചു കിടത്തി. കീർത്തന നൈറ്റി കയ്യിലെടുത്ത് സാരി മാറാനൊരുങ്ങി. ജാക്കറ്റിൻ്റെ ഹുക്കഴിക്കുമ്പോഴേക്കും അർജുൻ പുറകിലൂടെ വന്ന് അവളെ ഇറുകിപ്പുണർന്നു. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവളെ തിരിച്ചു നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് തന്നെ അവൻ നോക്കി നിന്നു. പ്രണയപൂർവ്വമുള്ള അവൻ്റെ നോട്ടം കണ്ടപ്പോൾ അവളുടെ മുഖം ചുമന്നു. നാണം കൊണ്ട് അവളുടെ കണ്ണുകൾ കൂമ്പി. അവൻ പതിയെ അവളുടെ സാരി അവളുടെ ദേഹത്ത് നിന്നും അടർത്തി മാറ്റി. അവൾ കോരിത്തരിച്ചു പോയി. അവൻ അവളെ പൊക്കിയെടുത്ത് ബെഡിൽ കിടത്തി. അർജുൻ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, അവൾ അവൻ്റെ കാതുകളിൽ മന്ത്രിച്ചു. നിന്റെ ഗന്ധം എന്നിൽ അലിയട്ടെ. അവളെ വിടാതെ അവൻ കൂടുതൽ തന്നിലേക്കടുപ്പിച്ചു. അവൾക്ക് അവനോട് പറഞ്ഞാൽ തീരാത്ത പ്രണയമാണ്. അവർ ഒരുമിച്ചുള്ള വേളകളിൽ അവളത് തുറന്നു കാണിക്കാറുമുണ്ട്. അവൻ അവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവളുടെ ആഗ്രഹത്തിനൊത്ത് ഒരു കുതിരയെപ്പോലെ അവൻ ഓടിയെത്തി. അവൻ അവളിൽ നിന്നും വസ്ത്രത്തിൻ്റെ അലങ്കാരം അടർത്തി മാറ്റിക്കളഞ്ഞു. നാണം കൊണ്ട് അവൾ അവൻ്റെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. അവർ അങ്ങനെ ഒന്നായലിഞ്ഞ് അവരുടേത് മാത്രമായ ലോകം തീർക്കുകയായിരുന്നു. രാവിലെ എണീറ്റ് അടുക്കളയിലെത്തിയപ്പോൾ പ്രഭാവതിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പ്രഭാവതിയുടെ കൈ ഒരുവിധം ശരിയായപ്പോൾ തന്നെ പൂജ രാകേഷിനൊപ്പം പോയി. രാകേഷിൻ്റെ ലീവ് തീരാറായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പൂജയ്ക്ക് മേപ്പാട്ട് നിന്ന് ഭർത്താവിൻ്റെ കൂടെ പോകാതെ തരമില്ലാതെയായി. പ്രഭാവതി പറഞ്ഞും പരിഭവിച്ചും അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ചന്ദ്രൻ വന്നത്.
എന്താണ് പ്രഭേ നീ പിറുപിറുക്കുന്നത്? അയാൾ ചോദിച്ചു. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും നിങ്ങൾ അത് അംഗീകരിച്ചു തരില്ലല്ലോ, പിന്നെന്തിനാ ചോദിക്കുന്നത്? പ്രഭാവതി പരിഭവത്തിൽ പറഞ്ഞു. നിനക്കിതിൻ്റെ വല്ല ആവശ്യവുമുണ്ടായിരുന്നോ? ഒരു പണിയും ചെയ്യാതെ സീരിയൽ കണ്ടിരുന്ന നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് ആ നന്ദനയെ ഇവിടെ നിന്നും ഓടിച്ചില്ലേ? ഇനി നീ എന്തെല്ലാം അനുഭവിക്കാൻ കിടക്കുന്നു എന്ന് കണ്ടറിയണം. പുതിയ മരുമകൾ അടുക്കളയിൽ വരുമ്പോൾ നിനക്ക് അവളോടും നന്ദുവിനോട് കൽപ്പിക്കുന്നത് പോലെ കൽപ്പിച്ച് ജോലി എടുപ്പിക്കാമായിരുന്നില്ലേ? ചന്ദ്രൻ പരിഹാസസ്വരത്തിൽ പറഞ്ഞപ്പോൾ പ്രഭാവതി എന്തോ പറയാൻ തുടങ്ങി. അപ്പോഴാണ് വാതിൽക്കൽ കാൽപ്പെരുമാറ്റം കേട്ടത്. കീർത്തന അവരെ രണ്ടുപേരെയും ശ്രദ്ധിക്കാതെ അടുക്കളയിലേക്ക് കയറി. അവളെ കണ്ടതും ആകാശത്ത് കാർമേഘം ഉരുണ്ടുകൂടിയതുപോലെ പ്രഭാവതിയുടെ മുഖം ഇരുണ്ടു. ഓരോ തമ്പുരാട്ടിമാർ വന്നപ്പോൾ എൻ്റെ കുടുംബം കുട്ടിച്ചോറായി, അവർ ചന്ദ്രനോടെന്ന നിലയിൽ പറഞ്ഞു. കീർത്തന പക്ഷേ അതു കേട്ടതും പ്രഭാവതിയെ ദഹിപ്പിക്കും മട്ടിൽ നോക്കി. അവർ തമ്മിൽ എന്തും സംഭവിക്കാം എന്നയാൾക്ക് തോന്നി. രണ്ടുപേരും കോഴിപ്പോരിലെ കോഴികളെപ്പോലെ കൊത്തിക്കീറാനെന്ന വണ്ണം മുഖാമുഖം നോക്കി. എന്താകും ഇനി അവർ തമ്മിൽ സംഭവിക്കുക എന്നറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാകൂ. നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹരാഗം തുടരും.